ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദുബായിലെ ദനൂബ് എന്ന സ്ഥലത്തിനെ കുറിച്ചാണ്. ദുബായിയെ കുറിച്ച് അറിയുമ്പോൾ ദനൂബിനെ കുറിച്ചും നമ്മൾ അറിയണം. ദുബായ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് മനസ്സിൽ വരുന്നത് ബുർജ് ഖലീഫയും ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയം, ദുബായ് ഫ്രെയിം. എന്നാൽ ഇതൊന്നുമല്ലാത്ത ഒരു ദുബായ് ഉണ്ട്. ദുബായിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സ്ഥലത്തിലൂടെ സഞ്ചരിക്കുന്നത്. കണ്ണത്ത ദൂരത്തോളം ഒഴിഞ്ഞ പ്രദേശങ്ങൾ, കുറച്ച് മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താനാവുന്ന കുറച്ച് കടകളും, ഒരു 100 മീറ്റർ മുന്നോട്ട് സഞ്ചരിച്ചപ്പോൾ ഡ്രൈവേഴ്സിന്റെ ക്യാമ്പായ ലേബർ ക്യാമ്പാണ് മുന്നിൽ കാണാൻ സാധിച്ചത്. രാജസ്ഥാൻ മരുഭൂമിയെ പോലെ പരന്നു കിടക്കുന്ന ഈ മരുഭൂമിയിലൂടെ കുറച്ച് സഞ്ചരിച്ചപ്പോഴാണ് ഈ സ്ഥലത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലേബേഴ്സ് ഏറ്റവും കൂടുതൽ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു സ്ഥലം വരുന്നത് UAE എക്സ്ചേഞ്ചിന്റെ നേരെ മുന്നത്തൊരു സ്റ്റോപ്പായാണ് ദനൂബ് എന്ന സ്ഥലം വരുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ഫാക്ടറികളാണ്. ദുബായിലെ ഒട്ടുമിക്ക ഫാക്ടറികളും സ്ഥിതി ചെയ്യുന്ന ദനൂബിലാണ്. അതുകൊണ്ട് തന്നെ പല രാജ്യക്കാരും ഇവിടെ താമസിച്ചു വരുന്നു. ബെഡ് സ്പേസുകൾക്കും റൂമുകൾക്കും വളരെയധികം റെന്റ് കുറവായത് കൊണ്ട് തന്നെ ഒരുപാട് കമ്പനികൾ അവരുടെ എംപ്ലോയീസിനെ ഇവിടെയാണ് റൂം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് പാകിസ്ഥാനികളും ആഫ്രിക്കക്കാരും അതുപോലെ ബംഗാളികളും ആണ് കൂടുതലായി കണ്ടുവരുന്നത്. രാത്രികാലങ്ങളിൽ ഇതിൽ നടക്കുന്ന ഭയങ്കര ഡേഞ്ചറാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആഫ്രിക്കൻ വംശജരാണ് കൂടുതൽ ഇവിടെ ഉള്ളത് താമസിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ രാത്രി ഒരു 11:30 ശേഷം നമ്മൾ ഇതിൽ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പൈസയും മൊബൈലൊക്കെ അടിച്ചുകൊണ്ട് പോകണം ഒരുപാട് ആഫ്രിക്കക്കാരുണ്ട് ഇവിടെ. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെയല്ല. രാത്രികാലങ്ങളിൽ വളരെയധികം ഡേഞ്ചർ പിടിച്ചൊരു സ്ഥലമാണ്. കള്ള് വിൽപ്പനക്കാരും കഞ്ചാവ് വിൽപ്പനക്കാരും സിഗരറ്റ് വിൽപ്പനക്കാരൊക്കെ പബ്ലിക്കായിട്ട് വിൽക്കുന്ന ഒരു ഏരിയയാണിത്. ഇവിടെ കൂടുതലായും കള്ളും അതുപോലെ സിഗരറ്റും എല്ലാം സെയിൽ ചെയ്യുന്നത് ആഫ്രിക്കക്കാരും ബംഗാളികളുമാണ്. പാസ്പോർട്ട് നഷ്ടപ്പെട്ടവരും വിസ എക്സ്പീരി ആയവരുമാണ് ഇതുപോലത്തെ കച്ചവടങ്ങൾ ഇവിടെ ചെയ്തു വരുന്നത്. ഒഴിഞ്ഞ പ്രദേശമായതുകൊണ്ട് തന്നെ ദുബായ് പോലീസും കൂടുതലായി ഇങ്ങോട്ട് വരാറില്ല. ഇങ്ങനെയും ചില സ്ഥലങ്ങൾ ദുബായിലുണ്ട്. ഇങ്ങനെയും ചില ലേബർ ക്യാമ്പുകളും ദുബായിലുണ്ട്. കൂടുതൽ ആളുകളും ദുബായ് എന്ന് പറയുമ്പോൾ നല്ല വലിപ്പം കൂടിയ ബിൽഡിങ്ങുകളും ഹൈടെക് സിറ്റികളും മാത്രമാണ് ചിന്തിക്കാറുള്ളത്. എന്നാൽ ദുബായിൽ ഇതുപോലത്തെ ഒരുപാട് സ്ഥലങ്ങളും കാണാനുണ്ട്. ഈ ക്യാമ്പിൻ്റെ മറ്റു വിവരങ്ങളുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.